നമസ്കാരം. ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായം ഭക്തിയോഗമാണ്. അത് തുടങ്ങുന്നത് തന്നെ അർജുനൻ്റെ ഒരു സംശയവുമായിട്ട് ആണ്. ആ സംശയം നമ്മൾക്കെല്ലാം ഉണ്ടാകുന്ന സംശയം കൂടിയാണ്. ആദ്യം ആ ശ്ലോകവും ആ സംശയം എന്താണെന്ന് ഞാൻ പറയാം. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാ. അതായത് ഈശ്വരൻ്റെ രൂപത്തെ ഉപാസിക്കുന്നവരാണോ അതോ രൂപമില്ലാത്ത സർവ്വവ്യാപിയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. അപ്പോൾ സർവ്വവ്യാപിയാണെങ്കിൽ നമ്മൾ ഒരു പ്രതിഷ്ഠയെയോ അല്ലെങ്കിൽ ഒരു ബിംബത്തെയോ ആരാധിക്കണോ, അതോ സർവ്വവ്യാപിയായ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഉപാസിച്ചാൽ മതിയോ എന്നാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്കുള്ള സംശയമാണ്, ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകേണ്ടതുണ്ടോ, നമ്മൾക്ക് ഇവിടുന്ന് തന്നെ ഉപാസിക്കാൻ പറ്റില്ലേ? ഈ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യം ചെയ്യുന്നതിൽ ആരാണ് ഉത്തമൻ എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അതായത് അക്ഷര ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരാണോ അതോ ഈശ്വരൻ്റെ രൂപത്തെ, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് അത് ഉപാസിക്കുന്നവരാണോ നല്ലത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയുന്നു. അത് അടുത്ത ദിവസം പറയാം. ഓക്കെ, താങ്ക് യു.